കേരളത്തിലെ ബിജെപി സ്ഥാനാർത്ഥി നിർണയവും കുഴഞ്ഞു മറിയുന്നു. പത്തനംതിട്ടയില്ലെങ്കിൽ മത്സരിക്കാനില്ല എന്ന് എം.ടി. രമേശ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. ബി.ഡി.ജെ.എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് തൃശൂരിന് പകരം മറ്റൊരു സീറ്റ് നൽകാനുള്ള ചർച്ചകളും എങ്ങുമെത്തിയില്ല. എം.ടി. രമേശിന് പത്തനംതിട്ട മണ്ഡലവും ശോഭാ സുരേന്ദ്രന് പാലക്കാട് മണ്ഡലവും നൽകാനാകില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. ഈ സാഹചര്യത്തിൽ മറ്റു മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നതിന് പകരം സംഘടനാ ചുമതലയിലേക്ക് മാറാം എന്നും എം.ടി. രമേശ് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു. ശോഭാ സുരേന്ദ്രനെ ആറ്റിങ്ങലിൽ പരിഗണിക്കുന്നുണ്ട്. പത്തനംതിട്ടയ്ക്കായുള്ള പിടിവലിക്കൊടുവിൽ സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പട്ടികയിൽ ചില നീക്കുപോക്കുകൾ അനിവാര്യമായതോടെ ഘടകകക്ഷിയായ ബി.ഡി.ജെ.എസുമായി ബി.ജെ.പി. ദേശീയ നേതൃത്വം ചർച്ച തുടരുകയാണ്. പത്തനംതിട്ടയ്ക്ക് വേണ്ടി രംഗത്തുണ്ടായിരുന്ന ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ. സുരേന്ദ്രൻ മണ്ഡലവും ഇതുവരെ തീരുമാനമായിട്ടില്ല. ബി.ഡി.ജെ.എസിന് നൽകിയ തൃശൂർ മണ്ഡലമാണ് കെ. സുരേന്ദ്രന് വേണ്ടി ബി.ജെ.പി. പരിഗണിക്കുന്നത്. തൃശൂർ ബി.ഡി.ജെ.എസ് വിട്ടു നൽകിയാൽ പകരം ഏത് മണ്ഡലം നൽകണം, അതോടൊപ്പം തുഷാർ വെള്ളാപ്പള്ളി എവിടെ മത്സരിക്കണമെന്ന കാര്യത്തിലും തീരുമാനമാകേണ്ടതുണ്ട്. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനവും പത്തനംതിട്ടയ്ക്ക് വേണ്ടി രംഗത്തുണ്ടായിരുന്നുവെങ്കിലും എറണാകുളത്തേക്കാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. പത്തനംതിട്ടയില്ലെങ്കിൽ മത്സരിക്കാനില്ലെന്ന് അൽഫോൺസ് കണ്ണന്താനവും നേരത്തെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പാലക്കാട് സി. കൃഷ്ണകുമാറാകും സ്ഥാനാർത്ഥി. സംസ്ഥാന ഘടകം ഒടുവിൽ മുന്നോട്ട് വെച്ച പട്ടികയിൽ ടോം വടക്കനെ കൂടി ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര നേതൃത്വം ചർച്ച തുടരുന്നത്. ചാലക്കുടിയിലാണ് വടക്കനെ പരിഗണിക്കുന്നത്. ടി. കെ. റാഷിദ്, മീഡിയ 1, ഡൽഹി.